ഹലോ ഗൈസ്, സോ ടുഡേ ഐ എം ഗോയിങ് ടു ഷോ യു മൈ ഈദ് വ്ളോഗ്. നമ്മളെ ഫാമിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഈദിനും എല്ലാ ഫാമിലിയും കൂടി ഒത്തുചേരും കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, അതേപോലെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യം കൂടി കേട്ടോ. ഇത് ശീലാക്കി തന്നെ എൻ്റെ വെല്ലിപ്പൻ കേട്ടോ. വെല്ലിപ്പനോട് എല്ലാ കാലം പ്രൗഡ് തോന്നുള്ളൂ. പറയുമ്പോൾ വെല്ലിപ്പ ഇപ്പോൾ ജീവനോടില്ല, പക്ഷെ വെല്ലിപ്പ പഠിപ്പിച്ചെന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് സ്റ്റിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ വെല്ലിപ്പൻ്റെ മക്കൾ. ആ വെല്ലിപ്പൻ്റെ മക്കൾ തന്നെ കേട്ടോ നമ്മൾ കൂടി ഇത് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. മാഷാ അല്ലാ, സത്യം പറഞ്ഞാൽ ഈദ് വരാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറയാൻ വിചാരിച്ചിട്ടോ ഈദ് മഴ കൊണ്ടുപോയി എന്നുള്ള, പക്ഷെ കുറച്ച് ഇപ്പോൾ നല്ല വെയിലിന് കേട്ടോ. അപ്പോൾ ആണുങ്ങളൊക്കെ പള്ളി വിട്ട് വന്നതിന് ശേഷം കുറച്ചൊക്കെ ഫോട്ടോസ് എടുത്തതിന് ശേഷം പിന്നെ ഓല് നേരെ തുടങ്ങും നല്ല ഫുഡ് കഴിക്കാൻ. മീൻസ് ബിരിയാണി. നമ്മളെല്ലാ ഈദിനും ബിരിയാണിനായിട്ടായിരിക്കും വെക്കുക, പക്ഷെ ഞങ്ങൾക്കൊന്നും മടുക്കൂല. നമുക്ക് ശീലാക്കിയത് നമ്മളെ വെല്ലിപ്പല്ല. അപ്പോൾ വെല്ലിപ്പൻ്റെ പാത പിന്തുടരാൻ അറിയുമ്പോൾ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് പിന്നെ ബിരിയാണി കഴിച്ചാൽ പോരെ, അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. പിന്നെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ 10 മണിക്ക് ഇരുന്ന് അതും ഈദിന് ബിരിയാണി കഴിക്കുന്ന ശീലം, മീൻസ് ചോറ്. ആരെയുണ്ട് കമൻറ്റ് ചെയ്യട്ടോ. അമ്മക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യം കൂടിയാണ്. പിന്നെ അതൊക്കെ അതിന് ശേഷം പിന്നെ നമ്മളെന്തേ കുടുംബക്കാരെ സന്ദർശിക്കുക. ഈദിന് സന്ദർശിച്ചിട്ടില്ല പിന്നെ എന്ത് രസമല്ലേ. പിന്നെ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. പിന്നെ നമ്മളെ പണി എന്താ, ഓലെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചും പോവുക, നല്ല ഫുഡ് കഴിക്കാൻ, നല്ല പായസം, ഫ്രൂട്ട് സലാഡ്, അങ്ങനെ പലതും. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മൽബറി കിട്ടിയിട്ടെങ്കിൽ പിന്നെ എനിക്ക് വല്ലാതെ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയാലോ ഈദ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലെടുക്കുക എവിടെ നേരം, നമുക്ക് മെയിനായിട്ട് ഫുഡല്ലേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ബൈ.